നല്ല വഴുക്കലുണ്ട് കേട്ടപ്പോൾ ഈ മഴ കാരണം. അമ്മ ചീത്തറിയാണ് കുഞ്ഞാവേനെ. 3.5 വയസ്സായ കുട്ടീനെ എടുത്ത് നടക്കുക ഇപ്പൊ. ഇന്ന് കുഞ്ഞാവ് രാവിലെ തന്നെ ഒരു ചെറിയ കരച്ചിലൊക്കെയാണ്. മഴയത്ത് നീക്കാനേ. ഇപ്പൊ ഇവിടെ വഴുക്കലുണ്ടേ. വേണ്ട കൈ പിടിക്കാം. വഴുക്കലുണ്ടേ. മഞ്ഞപ്പൂ ഇല്ലല്ലോ. മഞ്ഞപ്പൂ ഇല്ല ഇതിലുണ്ടാവല്. അതെ, ആവണേ ഉള്ളൂ തോന്നുന്നതാ. കുഞ്ഞാക്ക് ഇന്ന് ഭയങ്കര മടിയല്ല. ഒരു മഴയൊക്കെ ആവുകൊണ്ട് ഒരു തരം വാശി. അമ്മയോടാണ് വാശി കാണിക്കുന്നത്. അമ്മ വേണമെന്ന് തണുത്തിട്ടല്ലേ. അപ്പൊ തൊഴുതു ഇനി നേരം അവിടെ കൊണ്ടുപോയി വെക്കണം. കതിര് വെക്കണം, പഴയ കതിര് മാറ്റണം, പിന്നെ അണിയണം. അതാണ് മെയിൻ. അതെ, അണിയൽ. നല്ല വഴുക്കലാട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴായിരുന്നു മഴയുടെ ശക്തി കൊണ്ടാട്ടോ പിന്നെ വഴുക്കല് മാറാതെ. മഴച്ചാറിലുണ്ട്. കുഞ്ഞാവേനെ തലയിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ കുഞ്ഞാവയോ? വലിയ കുഞ്ഞാവേ. ആ, എന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മ. എന്താണ് നോക്കണേ മാളു? നല്ലോണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാളു നോക്കി നടക്കണം കേട്ടോ. പ്രദക്ഷിണം വെക്കുക. അതവിടെ വീണു ഇത്ര. അവിടെ കടന്നോട്ടെ. നീ പൂവ് വേഗം. അത് മഴച്ചാറിലുണ്ടെന്ന്. ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്തായാലും വന്ന് എല്ലാവരും ഒന്ന് തൊഴുതു നോക്കൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ശ്രീയിടത്തൂറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രം. അതാ, ഗുരുവായൂർ പോകാൻ പറ്റാത്തവർ ഇവിടെ വഴിപാട് കഴിച്ചാൽ അതിന് ഫലം ഉണ്ടാകുന്നതാണ് പറയുക. പൂന്താനം അവസാനമായിട്ട് നമസ്കരിച്ച അമ്പലം കൂടിയാണ് കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട പൂന്താനം. നമുക്ക് അണിയാട്ടോ. ആദ്യം അതിൽ തന്നെ കച്ചില ഞാൻ കണിയാം. പിന്നെ മേശ ഉണ്ടെങ്കിൽ മേശ. അതെ, ഒരു കൊല്ലത്തെ അനുഭവമാണ്. ഒരു കൊല്ലം നമുക്ക് മേശയിൽ പൈസ വേണ്ടേ. അത് അഞ്ഞു കൊടുക്കണം എന്തായാലും. പിന്നെ പണ്ടൊക്കെ 10,000 അല്ലേ? 10,000 കൃഷിയൊക്കെ ഉണ്ടാകുമ്പോ അന്ന് എങ്ങനെയാ പറയാ? നിറ പൊലി നിറ ഇല്ലൻ നിറ വല്ലൻ നിറ വട്ടി നിറ വെട്ടി നിറ 10,000 നിറ കുക്ഷി നിറ. കുക്ഷി നിറ എന്താ വയറല്ലേ? അത് മുത്തച്ഛനെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കാക്കട്ടാണ്. ഒന്നേ ഉള്ളൂ. എല്ലാത്തിലും ഒക്കെ അമ്മ നല്ല ഭംഗിയുള്ളൂ. ഒന്നാക്കി പിശുക്കി വെച്ചമ്മ. അതിന് അരി പകുതി അരച്ചുള്ളൂ. കറണ്ട് ഉണ്ടായില്ലല്ലോ. അപ്പൊ മുത്തശ്ശി അമ്മീമിൽ അരച്ചെടുത്തു കൊണ്ടുവന്നതാ. മാളൂന് വേണം. കുഞ്ഞിവാവയ്ക്ക് അണിയണം. ഇല്ല, അവിടെ വേണ്ട മാളു. ആ, ഒന്ന് മുക്കിയിട്ട് താഴത്ത് കൊടുത്താൽ ഇവിടെ ആക്കിക്കോളൂ. ഇനിയൊന്ന് കുഞ്ഞിവാവയ്ക്ക് കൊടുക്കും. താഴത്ത് വെച്ചോ. ഞാൻ അരിമാവൊക്കെ തൊടു. ഇനി വേണോ? ആഗ്രഹം കുഞ്ഞാവയ്ക്ക്. എല്ലാരും ചെയ്യുമ്പോ നച്ചോളും കുഞ്ഞാവകളും ഒക്കെ മാച്ചാണല്ലോ. സൂപ്പർ കുഞ്ഞാവയുടെ അണിയല്. നമുക്ക് പുറത്തൊക്കെ അണിയാം. പുറത്ത് വട്ടത്തോ എന്താ അതിന്റെ ആവശ്യമില്ല. നീ എവിടെ അണിയാള്? പുറത്തൊക്കെ അണിയത് പിടിക്കും ആളൂ. അപ്പോൾ ഞാൻ അവിടെ കണിയട്ടെ കേട്ടോ. ഇത് പിടിക്കൂ. ഇവിടെ കഴുകി അവിടെ ആക്കണ്ട. വട്ടതയ്യ കയ്യോണ്ടേ. അതെ, നമ്മൾ അണിയാണെങ്കിൽ പുറത്തണിയാം. കുറച്ചല്ലേ അമ്മേ. കറണ്ടില്ലാത്തോണ്ട്
പൂജാമുറിയിൽ വട്ടർത്ത അച്ഛൻ കുറച്ച് കഴിയുമ്പോഴേക്കും അതിരും കൊണ്ട് വരും. അപ്പോൾ അച്ഛൻ വരുമ്പോഴേക്കൊക്കെ വേഗം റെഡിയാക്കട്ടെ. എന്നുവെച്ചാൽ പ്രദർശനം വെക്കണേ. പ്രദർശനം അതിപ്പോൾ നമ്മൾ കതിരൊക്കെ കൊണ്ടുവച്ചു. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട. എന്താ വെച്ചാൽ അധികം കതിരൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതിനെ നാർത്തി പോയതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊതി ഒരു കതിര ഒരു പൊതി ഒരാൾക്ക് തരുന്നാൽ കേട്ടോ. പൊതിക്ക് തന്നു. അപ്പോൾ ഇതാണ് പൊതി. പൊതി എന്നതിൽ ദശപുഷ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ദശപുഷ്പവും നമുക്ക് ഈ കതിരുവാണ് തരിക. മുത്തശ്ശിയുടെ അവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു കതിര്, ഒരു പൊതി. എന്താ കുഞ്ഞാവേ ഇപ്രാവശ്യം എവിടുന്നാന്നറിയോ കതിര് വന്നത്? ആ കതിരെടുക്കണം. കതിരാണ്. അത് മാറ്റിയിട്ട് വേണം വെക്കാന്നാണ് കുഞ്ഞുവാവ പറയണത്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും കാണുന്നതാണ്. അത് ഓർമ്മയുണ്ട്. നമ്മള് ചായ ഒന്നും കുടിച്ചിട്ടില്ലേ, കൊറേ വൈകി സമയം. അപ്പൊ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു. അതെ, നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് നല്ല മഴയും തിരക്കും ഉണ്ട്. ആ പിന്നെ എന്താ പറയാ, കൊട്ടും വാദ്യൊക്കെ ആയി കതിര് കൊണ്ടിരുന്ന സമയത്ത് പെരും മഴ. ഞാൻ ആ മഴയൊക്കെ എന്റെ സെറ്റുമുണ്ടാകെ നനഞ്ഞു. ഇവിടെ വന്നിട്ട് പിന്നെ ആദ്യം മാറ്റേണ്ടി വന്നു. കതിരിനെ പറ്റി എന്താ വെച്ചാൽ അറിയാം. അതേ ആനമങ്ങാട് നമ്മളവിടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ആനമങ്ങാട് സ്ഥലത്ത് പിന്നെ ഇതുണ്ടല്ലോ, കുന്നിൻ്റെ മുകളിൽ ഭഗവതിയുടെ അമ്പലമുണ്ട്. ആ അമ്പലം പാടശേഖരൻ സമിതിയുടെ പാടത്തു നിന്ന് അവര് പാടത്തുനിന്നുള്ള 500 ക്ഷേത്രങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗുണം കിട്ടാതിരിക്കില്ല. പിന്നെ 30-ാം തീയതിയാണ് പുത്തരി ഇവിടെ ശബരിമലയില്. അപ്പൊ മറ്റോടത്ത് തിരുമാന്താങ്കുന്നില്, കാടാമ്പുഴ, പിന്നെ ചെർപ്പളശ്ശേരിയൊക്കെ എന്നാണ്. അവിടേക്കൊക്കെ കതിര് ഇവിടുന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആനമങ്ങാട് പാടശേഖരത്തു നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതെ, അതൊക്കെ ഒരു ഇന്നലത്തെ പേപ്പറിൽ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. കൊയ്യണതും കറ്റ കെട്ടുന്നതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ പറ്റി നല്ലോണം മനസ്സിലാക്കാനും കഴിയും. ശരിയാ. അപ്പൊ എന്താ വെച്ചാൽ പണ്ടേതുമായിട്ടുള്ള ചടങ്ങുകളൊന്നും ഇല്ല. എന്താ വെച്ചാൽ പണ്ട് പിന്നെ ഇല്ലത്തന്നെ ഉണ്ടാവും. അച്ഛൻ തന്നെ പൂജിക്കും, കതിര് കൊണ്ടുവരും, പിന്നെ പ്രദർശനം വയ്ക്കും. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അന്ന് കാട ഉണ്ടാക്കും. അട അന്ന് പണ്ടൊക്കെ ഇവിടെ തറവാട്ടില് ആകുമ്പോ ഞങ്ങളൊക്കെ ഒന്നിച്ച്, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ അട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവിടെ മുത്തശ്ശൻ എന്നിട്ട് അട ഉണ്ടാക്കിയിട്ട് ഓരോ മുറിയിലും കൊണ്ട് കത്തിച്ച് വെക്കുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ സമയമായപ്പോ ഓടി വന്ന് ചിലർ മുകളിൽ പോകുമ്പോ അധികം കിട്ടൂലോ എന്ന് വിചാരിച്ച് മുകളിൽ അപ്പുറം ഇപ്പുറം ഒക്കെ വെച്ചതൊക്കെ എടുക്കാൻ പോകും. അങ്ങനെയാ. ഇപ്പൊ ആ വകയൊന്നുമില്ല. അപ്പൊ അട ഉണ്ടാക്കും, കഴിക്കുന്നു, പ്രസാദം കിട്ടും. നല്ല രസാട്ടോ അത് കുട്ടികളൊക്കെ ആകുമ്പോഴേ. അപ്പൊ നമ്മൾ ഏത് റൂമിൽ നമ്മള് ചിലപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ അത് വേറെ ആരെങ്കിലും. അന്ന് ഞാന് പിന്നെ അമ്മാവൻ, പിന്നെ അനൂപ് അമ്മാവൻ, അജയ് മാമൻ, അങ്ങനെ 5-6 ആളുണ്ട്. 5-6 ആളുണ്ടായ 2-3 അടയൊക്കെ പൊട്ടിച്ച് എത്ര ഉണ്ടാവും. അതെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നല്ല സാമർത്ഥ്യക്കാരിയാണ്, പക്ഷെ മുകളിൽ കയറണ്ടേ. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഇവര് താഴത്തിങ്ങനെ ഓടി നടക്കും. ഞാൻ കുറച്ചൊരു ഇതല്ലേ, അപ്പൊ വലുതാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ വേഗം മുകളിൽ കയറി വെക്കും. അപ്പൊ ചിലപ്പോ അവിടുന്ന് കിട്ടും. അവരൊക്കെ അവിടെ ഉള്ള എല്ലാവർക്കും എന്തായാലും ഓരോ റൂം ഉണ്ടല്ലോ, ചിലപ്പോ ഉറുമ്പൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല സ്വാദാണ്. നല്ല സ്വാദാണ്. അതെ അതെ. പിന്നെ നേദിച്ചതിന് പ്രത്യേക സ്വാദുണ്ടാവും. അതെ അതെ അതെ. അങ്ങനെയൊക്കെയാണ് അന്നത്തെ നാറാട്ടം. അതെ, നമ്മളെ പണ്ടത്തെ ഓർമ്മകളാട്ടോ ഇതൊക്കെ. പക്ഷെ ഒന്നും അങ്ങനെ ചെയ്യണോണ്ടാവൂലേ. ഇപ്പൊ അധികം ആൾക്കാർ അമ്പലത്തിൽ നിന്ന് കതിര് കൊണ്ടുവരിക, കതിര് കെട്ടുക, അണിയുക, 11 മണിയ ചടങ്ങ് കഴിക്കുക, അത്ര മാത്രമായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു വർഷം നല്ലതാവട്ടെ, നല്ല വർഷമായി വരട്ടെ. മുത്തശ്ശിക്ക് അസുഖങ്ങളൊക്കെ മാറി. അതെ അതെ, അതാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. എല്ലാരും പ്രാർത്ഥനയുടെ ബലമായിട്ട് സന്തോഷം ഉണ്ട് എല്ലാരോടും കേട്ടോ. ഞാൻ മുത്തശ്ശി പേടിച്ചിരുന്നു, എന്താണ് ഭക്ഷണം ഒന്നും കഴിക്കാൻ, ഇനി മാറില്ലാവോ എന്നുവെച്ചാൽ ഇത്ര ദിവസം അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഡോക്ടർ പറയും ചെയ്യും, റെസ്റ്റ് എടുക്കൂ പറയും. അപ്പൊ അങ്ങനെ എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ. അതെ അതെ അതെ. ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതെ അതെ അതെ. അപ്പൊ ഇത്രയും പറയാ. ഇത്രയേ ഉള്ളൂ.
പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ചായ ഒക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ അതെ അപ്പോൾ വിളക്ക് കത്തിച്ച് വിളക്ക് പിടിച്ചിട്ട് വേണം ഇത് കെട്ടാൻ. അതെ വിളക്ക് വേണം. എന്താ വെച്ചാൽ 2 സ്ഥലത്തേക്കൊക്കെ അല്ലേ ഉള്ളൂ ഇപ്പൊ ഇത് കതിരെ. അത്രേ ഉള്ളൂ. ആദ്യമൊക്കെ നമ്മള് 4 കെട്ടും നടുമിറ്റൊക്കെ എല്ലാ ഭാഗത്തും പിന്നെ തൊഴുത്തിലടക്കം കെട്ടും അന്നൊക്കെ. തൊഴുത്തില് കന്ന് പശുക്കൾക്ക് സൂക്കടൊന്നും വരാതിരിക്കാനും നല്ല പാല് കിട്ടാനും വേണ്ടിട്ട് പണ്ട് തൊഴുത്തില എന്താ ഇഷ്ടം പോലെ ദശപുഷ്പവും കാര്യങ്ങളും ഇഷ്ടപോലെ അത് ഉണ്ടാക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പൊ അന്നൊന്നും ഇത്ര ഇതില്ലല്ലോ. ഇപ്പോഴല്ലേ എങ്ങനെ എല്ലായിടത്തും. പണ്ടൊന്നും എല്ലാ ആൾക്കാരും ഒന്നും അങ്ങനെ വേങ്ങര ഭാഗത്തൊന്നും അത് ഇത്ര അധികം ആൾക്കാരൊന്നും കതിരിന് വരാറില്ല. ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ ചിന്ത. ഈ ഭാഗത്തിന്റെ ആദ്യം ഉണ്ടായിരുന്നായിരിക്കും അറിയില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു വിശേഷം എല്ലാവരുടെ വീട്ടിലുണ്ടോ എന്നുള്ളതും പറയൂ. അതെ ഉള്ളവരൊക്കെ ഉണ്ടാവും, ചിലർക്കൊക്കെ ഉണ്ടാവും. പുത്തരി അത് ഇതിന്റെ അരി പായസം ഒരു പേരിന് ഇത് നുള്ളിടുക. പുത്തരിയായി കൊല്ലത്തെ പുത്തരി ചെന്നിട്ട് വേണം ബാക്കിയുള്ള കഴിക്കാൻ ഈ വർഷത്തെ. അപ്പൊ അതുകൊണ്ട് പണ്ട് അങ്ങനെ എന്താ വെച്ചാൽ പായസം ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് ജപിച്ചു തരും. പിന്നെ പുത്തരി ചുണ്ടയുടെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. അങ്ങനെ 2 വന്നിട്ട് ജപിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ പറയും. അപ്പോഴേ നമുക്ക് ആ പായസം കഴിക്കാൻ പാടുള്ളൂ. അന്ന് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പുത്തരി ചെല്ലുമ്പോൾ നാമം ജപിച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അപ്പൊ ഇത്രയാണ് എന്റെ അറിയുന്ന. കൂടുതൽ വിശേഷങ്ങൾ അറിയണവരൊക്കെ പറയൂട്ടോ. കമന്റ് ചെയ്യൂ, എവിടൊക്കെയാണെന്ന് നാറുണ്ടായത് പറയണം. നമുക്കത് മനസ്സിലാക്കാലോ. അതെ അതെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ ഈ വർഷം. അപ്പൊ ബൈ ബൈ.